ഹായ്, ഏവർക്കും ഇറഗുലർ മൈൻഡ് പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഇത് ധർമ്മരാജ സീരീസിലെ അവസാനത്തെ എപ്പിസോഡ്. കഥ പറയുന്നത് സന്തോഷ്. ഒരു വ്യാഴവട്ടക്കാലം മുൻപ് കളപ്പുറക്കോട്ട തമ്പിയുടെ ഭവനത്തിനടുത്ത് വെച്ച് കണ്ട ആ യോഗീശ്വരൻ അത്രയും കാലം കൊണ്ട് എത്രയോ പ്രഭുക്കന്മാരെയും അധികാരമോഹികളെയും പറഞ്ഞു പറ്റിച്ച് തൻ്റെ സ്വന്തം വെഞ്ചൻസിന് വേണ്ടി ഉപയോഗിച്ചിട്ട് എല്ലാവരുടെയും ഭാവി അൺസർട്ടൺ ആക്കിക്കൊണ്ട് അവസാനം യോഗീശ്വരനും വെടിമരുന്ന് പൊട്ടി ആത്മഹത്യ ചെയ്തു. യോഗീശ്വരൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷമുള്ള ചില സംഭവങ്ങളാണ് ഈ അധ്യായത്തിൽ. തടവിലാക്കപ്പെട്ട ഭൈരവനിൽ നിന്നാണ് കേശവപിള്ള ഹരിപഞ്ചാരൻ്റെ രഹസ്യങ്ങൾ പലതും ചോർത്തിയത്. ഉഗ്രശാന്തന്മാരായ മക്കളെ കുട്ടിക്കോന്തിശൻ ശൈശവത്തിൽ തന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തി ബ്രഹ്മചര്യവും യോഗിചര്യയും അഭ്യസിപ്പിച്ചു. പ്രായപൂർത്തിയായപ്പോൾ ഉഗ്രനെ തിരുവിതാംകൂറിൽ കൊണ്ടുവന്നു, പിന്നീട് ശാന്തനെയും. കാലഗതിയിൽ മറഞ്ഞ 8 വീട്ടിൽ പിള്ളമാരുടെ വംശത്തിൻ്റെ പുനരുദ്ധാരണം എന്നതായിരുന്നു കുട്ടിക്കോന്തിശൻ്റെ ലക്ഷ്യം. ഹൈദരുടെ ചാരനായി പ്രവർത്തിക്കാൻ ഉഗ്രന് സൗകര്യം ലഭിച്ചു. ഹരിപഞ്ചാനന്റെ പ്രവൃത്തികളെ നിരീക്ഷിക്കാൻ നിയുക്തനായത് വൃദ്ധസിദ്ധനാണ്. അയാൾ പടത്തലവന്റെ മകൾ കൊച്ചമ്മണിയുടെ ഒളിവിൽ പോയ ഭർത്താവ് വേലുത്തമ്പിയായിരുന്നു. യോഗീശ്വരന്റെ ബാങ്കറായി അണ്ണാവയ്യനെ ഹൈദർ നിയോഗിച്ചു. വൃദ്ധസിദ്ധൻ ഹരിപഞ്ചാനനെ നിയന്ത്രിച്ചിരുന്നതുകൊണ്ട് സാഹസങ്ങളൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. മഹാരാജാവിനെയും പടത്തലവനെയും കേശവപിള്ളയെയും മറ്റും പരിരക്ഷിച്ചിരുന്നത് വൃദ്ധസിദ്ധനായിരുന്നു. ഭൈരവന്റെ മൊഴിയനുസരിച്ച് യോഗീശ്വരന്റെ നിർദ്ദേശപ്രകാരം അനന്തമുദ്രമോതിരം മോഷ്ടിച്ചെടുത്തത് കേശവപിള്ളയെ കൊടുക്കാനായിരുന്നു. വേണ്ടി വന്നാൽ അണ്ണാവയ്യനെയും കൊടുക്കുന്നതിന് വേണ്ടി മറ്റൊരു അനന്തമുദ്രമോതിരം ഉണ്ടാക്കി ഭൈരവനെ ഏൽപ്പിച്ചിരുന്നു. അയാളെ കൊന്ന രാത്രിയിൽ ഭൈരവൻ ആ മോതിരം അണ്ണാവയ്യന് കൊടുത്തപ്പോൾ അത് മാതൃകയാണ് എന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ ഹരിപഞ്ചാനനെ രാജദ്രോഹിയെന്നും മറ്റും ആക്ഷേപിച്ചപ്പോൾ കുത്തിക്കൊന്നെന്നും ഭൈരവൻ പറഞ്ഞു. അച്ഛനായ കുപ്പശാരെ വധിച്ചതിനുള്ള പ്രതികാരമായി ചന്ദ്രക്കാരൻ്റെ അനന്തരവനായ കേശവകുഞ്ഞിനെ കാരാഗ്രഹത്തിലിട്ട് കൊല്ലാൻ ഭൈരവൻ ശ്രമിച്ചു. അതുകൊണ്ട് പകതീരാതെ ചന്ദ്രക്കാരനെ കൊല്ലാൻ നോക്കിയെങ്കിലും അയാളുടെ ഭീകരത കണ്ട് ഭയപ്പെട്ട് അതിൽ നിന്ന് പിന്മാറി. ഭൈരവൻ അർഹിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങി. അണ്ണാവയ്യന്റെ വജ്രകുണ്ടലം അയാളുടെ വിധവയ്ക്ക് തിരിച്ചു കൊടുത്തു. വൃദ്ധസിദ്ധനായ വേലുത്തമ്പി അസാധാരണ കായികശേഷിക്കും ആകാരവലുപ്പത്തിനും ഉടമയായിരുന്നെങ്കിലും രക്തം കണ്ടാൽ അശക്തനാകുന്ന പ്രകൃതക്കാരനായിരുന്നു. മാങ്കോയിക്കൽ കൊച്ചുകുറുപ്പായി ജനിച്ച് മാർത്താണ്ഡൻ വലിയ പട വീട്ടിൽ തമ്പിയായി രാജസേവകനായി കഴിയുമ്പോൾ വലിയ പടത്തലവന്റെ മകൾ കൊച്ചമ്മണിയെ വിവാഹം കഴിച്ചു. കൊച്ചമ്മണിയുടെ പരിഹാസവും പടത്തലവന്റെയും മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെയും ശാസനയും കണ്ട് ഗതിമുട്ടി ഒളിച്ചോടി. ഭാര്യയുടെയും പടത്തലവന്റെയും മുന്നിൽ കൊച്ചാവരുത് എന്ന് കരുതി അവർക്കില്ലാത്ത അത്ഭുതകരമായ ഒരു വിദ്യ മായപ്പടി മലുക്കിന് ശിഷ്യപ്പെട്ട് സ്വായത്തമാക്കി. മർമ്മവിദ്യ. മുസ്ലിമായി വേഷം മാറി പോക്കുമൂസ മരക്കാരുടെ വിശ്വസ്തനായി തീർന്നു. മർമ്മവിദ്യയുടെ പേരിൽ ഹൈദരുടെ പ്രീതി പിടിച്ചുപറ്റി ചാരപ്രധാനിയായി തിരുവിതാംകൂറിലെത്തി. തൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കാൻ ഉമ്മിണിപ്പിള്ള ശ്രമിക്കുന്നു എന്നറിഞ്ഞ് അതിൻ്റെ യഥാർത്ഥാവസ്ഥ മനസ്സിലാക്കാനാണ് കേശവപിള്ളയുടെ അടുക്കൽ പക്കീർസ എന്ന പേരിൽ കൂടിയത്. കേശവപിള്ള ചെമ്പകശ്ശേരിയിലെ അന്തേവാസിയായിരുന്നല്ലോ. എന്നാൽ കേശവപിള്ളയുടെ രാജഭക്തിയും മഹത്വവും കണ്ട് അയാളിൽ ആകൃഷ്ടനായി പല ഉപദേശങ്ങളും സഹായങ്ങളും ചെയ്ത് ആപത്തിൽ നിന്ന് രക്ഷിച്ചു പോന്നു. ആദ്യം യോഗീശ്വരൻ ആരെന്ന് നിശ്ചയമില്ലായിരുന്നെങ്കിലും പിന്നീട് മനസ്സിലാക്കി. രാജ്യദ്രോഹപരമായ അയാളുടെ എല്ലാ പരിശ്രമങ്ങളെയും പരാജയപ്പെടുത്തി. കൊച്ചമ്മണിയുമായി വീണ്ടും ചേർന്നു. മീനാക്ഷിയുടെ സംരക്ഷണം പടത്തലവൻ ഏറ്റെടുത്തു. വൃദ്ധ മരിച്ച് 90 കഴിഞ്ഞ് മീനാക്ഷിയും കേശവകുഞ്ഞുമായുള്ള വിവാഹം നടന്നു. കേശവപിള്ളയ്ക്ക് മീനാക്ഷിയോടുള്ള ആഭിമുഖ്യത്തെപ്പറ്റി അറിയാമായിരുന്ന മഹാരാജാവ് അവർ തമ്മിലുള്ള വിവാഹം നടക്കാതെ പോയതിൽ അന്തരാ ദുഃഖിച്ചു. നഷ്ടപ്പെട്ടു പോയ തറവാടും സ്വത്തുക്കളും കേശവപിള്ളയ്ക്ക് മഹാരാജാവ് അനുവദിച്ചു കൊടുത്തു. അയാളെ വലിയ കൊട്ടാരം സമ്പ്രതിയായി നിയമിക്കുകയും ചെയ്തു. ആദ്യമായി തറവാട്ടിലേക്ക് കേശവപിള്ള പോകും വഴി സർവ്വത നഷ്ടപ്പെട്ട വിശ്വനാഥൻ കുഞ്ചുവിരാട്ടിയെയും അരത്തമപ്പിള്ള തങ്കച്ചിയെയും കണ്ടു. അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സൽക്കരിച്ചു, വേദനകൾ മാറ്റി. കേശവപിള്ളയുടെ ഉപദേശപ്രകാരം തമ്പിക്ക് മഹാരാജാവ് കണക്ക് തമ്പി ചെമ്പകരാമൻ എന്ന സ്ഥാനം നൽകി. മാമാ വെങ്കടനെ അകത്തെ വിചാരിപ്പുകാരനായി മഹാരാജാവ് അംഗീകരിച്ചു. പിന്നീട് ഈ സമ്പ്രതി കേശവപിള്ളയാണ് രാജാ കേശവദാസ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇതോടുകൂടി ധർമ്മരാജ എന്ന ഈ സീരീസ് പൂർണ്ണമാവുകയാണ്. എല്ലാ എപ്പിസോഡും കേട്ട എല്ലാ സുമനസ്സുകൾക്കും അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഈ പോഡ്കാസ്റ്റ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, റേറ്റ് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സബ്ജക്റ്റുമായി വരുന്നതുവരെ സൈനിങ് ഓഫ്. ബൈ.